നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് പക്ഷേ കാശ് കളയാനാണെന്ന് മാത്രം. നീ ഒരുമാതിരി മനുഷ്യന്റെ മനസ്സ് ഡള്ളാക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഒരേ സമയം പല ബിസിനസ് ചെയ്താലേ ഒരെണ്ണം പൊട്ടിയാലും അടുത്തത് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്റെ പൊന്നളിയ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാ അളിയന്റെ കുഴപ്പം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അളിയൻ കോൺസെൻട്രേറ്റ് ചെയ്യ്. ഒരേ സമയം പല വണ്ടിക്ക് പുറകെ പോയാ അവസാനം ഒന്നും കിട്ടാതെ നട്ടപ്പാതിരാക്കി നടുറോട്ടി നിൽക്കേണ്ടി വരും. ഇപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയാ. ഏട്ടാ, ദേ ഡോക്ടർ നിരഞ്ജൻ. എന്തെങ്കിലും മെഡിക്കൽ ടേംസിന് സംശയം ചോദിക്കാനാണെങ്കിൽ നീ എന്നേ ഞാൻ സംസാരിക്കാം. ഒന്ന് പോളിയാ. ഡോക്ടറെ. ഓക്കെ ഡോക്ടറെ. ഓക്കെ. എന്താ അളിയാ, എന്തിനാ ഡോക്ടറെ വിളിച്ചത്? ഡോക്ടറെ, അടുത്ത 2 ദിവസം ഹോസ്പിറ്റൽ ഉണ്ടാവില്ലെന്ന്. എന്തോ യാത്രയുണ്ടെന്ന്. അതുകൊണ്ട് നാളെ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂടെ വരാം. എനിക്ക് 1-2 ബിസിനസ് പാർട്ട്നേഴ്സിനെ കാണാനുണ്ടായിരുന്നു. ബിസിനസ് പാർട്ട്നേഴ്സ് പരാജയത്തിന്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. നിന്റെ കരുനാക്ക് വളച്ചൊന്നും മിണ്ടാതിരിക്കുന്ന പ്രേമേ. ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തരാം വിജയിക്കുമോ പരാജയപ്പെടുമെന്ന്. ചേട്ടച്ചൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോന്നേ. ഇപ്രാവശ്യം നമ്മൾ ജയിക്കും. അല്ല പിന്നെ, പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്നാ. ആ ചവിട്ടുപടിനെ ഉച്ചയും കുത്തി താഴെ വീഴാതിരുന്നാ മതി. എന്റെ അളിയ, ഈ നാക്ക് കൊണ്ടുള്ള വിജയം നിർത്തിയിട്ട് ഇനിയെങ്കിലും അളിയൻ പരിശ്രമിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്ക്. അതോടെ ചേച്ചിയുടെ നാവടങ്ങുമല്ലോ. നടന്നത് തന്നെ. അല്ലെങ്കിലും എന്നെയും അദാനിയൊക്കെ എതിർക്കാനും വിമർശിക്കാനുമേ ഈ ലോകത്ത് ആളുകളുള്ളൂ. കലികാലം, അല്ലാതെന്ത് പറയാൻ. ഏട്ടാ, ഞാനും കൂടി നാളെ ഹോസ്പിറ്റലിൽ വരട്ടെ? വേണ്ട, എല്ലാവരും കൂടി കൊണ്ടുപോകാൻ ഞാനെന്താ രോഗിയാണോ? അടുത്ത പ്രാവശ്യം മോളെ കൊണ്ടുപോവാം. നാളെ ചേട്ടന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എന്തായാലും വരുന്നുണ്ട് കേട്ടോ.